ദൈവം ആയുസ് തന്നാൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 75 വയസ്സാണ്. എന്നാൽ അതിനെ ദിവസങ്ങളാക്കിയാൽ 27,375 ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസങ്ങളിൽ നിന്നും നാം എങ്ങനെ ജീവിച്ചാലും ഓരോ ദിവസം വീതം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ 25 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്നത് 18,250 ദിവസങ്ങൾ മാത്രമാണ്. 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ളത് 9,125 ദിനങ്ങളാണ്. 65 വയസ്സുള്ള ഒരാളുടെ അക്കൗണ്ടിൽ ഇനി വെറും 3,650 ദിനങ്ങളാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ദിവസങ്ങൾ എണ്ണിയാൽ നാം വളരെ നിസാരന്മാരാണ്. പക്ഷെ ഈ ചെറിയ ജീവിതം അതെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നമുക്കുള്ളതാണ്. മറ്റുള്ളവർ പറഞ്ഞതും പറയുന്നതും അവർ ചെയ്തു കൂട്ടുന്നതുമൊക്കെ വിചാരപ്പെട്ട് നാം ജീവിക്കുകയാണെങ്കിൽ നാം കളയുന്നത് നമ്മുടെ തന്നെ വിലയേറിയ ദിവസങ്ങളാണ്. ചിലർ ഈ ചെറിയ ആയുസിന്റെ നല്ലൊരു പങ്കും പക വീട്ടുന്നതിനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുമൊക്കെ ജീവിക്കുന്നു. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ കാര്യങ്ങൾ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് ക്ഷമയും സഹനവുമുള്ള മനസ്സുമായി നാം ഉണരണം. ഒരു പക്ഷേ ഈ ദിവസമായിരിക്കാം നമ്മുടെ അവസാന ദിവസം. ദൈവം വെച്ചിരിക്കുന്ന ഓരോ ദിവസവും നന്ദിയോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നിലും നാം നമ്മുടെ ചിന്തകളെ അധിക നേരം പതിപ്പിക്കരുത്. മറക്കേണ്ടതിനെ മറക്കണം, വേണ്ടാത്തതിനെ നീക്കിക്കളയണം. നമ്മുടെ ദിനങ്ങളെ വാട്ടിക്കളയുന്ന സകലതും നീങ്ങിപ്പോകണം. ഈ കൊച്ചു ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സത്യമായും ദൈവമല്ലേ നമുക്ക് ഈ ആയുസ് നൽകിയത്? അപ്പോൾ തീർച്ചയായും അനേകം ദൈവിക പദ്ധതികൾ ദൈവം ഈ ദിവസങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നാം കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമെല്ലാം ദൈവം അറിയുന്നുണ്ട്. ഈ ദിനങ്ങളിൽ നമുക്ക് എന്ത് അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മുടെ കാലടികൾ നിയന്ത്രിക്കുന്ന ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഓർമ്മ വേണം. മറ്റുള്ളവരെ വെറുക്കുവാനും അവരുടെ അവസാനം കാണുവാനും നാം ഒരിക്കലും നമ്മുടെ ഊർജം മാറ്റിവെക്കരുത്. നമുക്കെല്ലാവർക്കും ഒരുപോലെ ദൈവം ദിവസങ്ങളെ വേർതിരിച്ച് നൽകിയിരിക്കുന്നു. ചിലർ 3,000-ഓ 4,000-ഓ ദിവസങ്ങൾ അധികം ജീവിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഒരു ദിവസം മരിക്കും. ജീവിത ഘടികാരം ഒരിക്കൽ നിലയ്ക്കും. ആ നാഴികമണി അടിക്കുമ്പോൾ നാം ചെയ്യുന്നതെല്ലാം താഴെയിട്ടിട്ട് നാം എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും മറയണം. ഈ കൊച്ചു ജീവിതത്തെ ദൈവീക പദ്ധതികളാൽ നാം നിറയ്ക്കണം. മനുഷ്യൻ പിടിക്കുവാൻ നടക്കുന്ന മണ്ണിൽ തന്നെ ഒരിക്കൽ അവനെയും കുഴിച്ചുമൂടും. എല്ലാവരുടെയും കാലുകൾക്കടിയിലെ മണ്ണ് ഒരിക്കൽ ഒലിച്ചുപോകും. നമുക്ക് ആവശ്യം കൂടുതൽ കരുതലാണ്. മനുഷ്യനിർമ്മിതമായ അതിർവരമ്പുകളും പിടിച്ചടക്കലുകളും എല്ലാം ഒരർത്ഥവും ഇല്ലാത്തതാണ്. കാര്യം മുഴുവൻ കിടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, മനോഭാവത്തിലാണ്. നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മുടെ സമീപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കാലങ്ങൾ അന്ത്യകാലങ്ങളാണ്. വളരെ കൗശലപൂർവ്വം പിശാച് മനുഷ്യന്റെ ദിവസങ്ങൾക്ക് അന്ധകാര നിറം നൽകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.
അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.